ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലമ. അല്ലാഹുമ്മ യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ യാ ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുമ്മ യാ മാലിക് യൗമിദ്ദീൻ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ജബ്ബാറു യാ ഖഹ്ഹാറു യാ മുൻതഖിമു യാ അല്ലാഹ്. അല്ലാഹുമ്മ ഹ്റുസ്നി മിൻ കുല്ലി സിഹ്രി സാഹിരിൻ വളുൽമി ളാലിമിൻ വഹസദി ഹാസിദിൻ വജ്അൽ കൈദഹും ഫീ നുഹൂരിഹിം യാ അല്ലാഹ്. അല്ലാഹുമ്മ അഖ്രിജ് വഅഹ്ലിക് കുല്ല ജാന്നിൻ വശയാത്തീനി മിൻ ജസദി ബിഹഖി ഹാദിഹിൽ ആയത്തി ശരീഫ. ഷാഹത്തിൽ വുജൂഹ്, ഷാഹത്തിൽ വുജൂഹ്, ഷാഹത്തിൽ വുജൂഹ്, വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം, വഖദ് ഖാബ മൻ ഹമല ളുൽമാ ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് നമുക്കെതിരിൽ ആരെങ്കിലും സിഹ്ർ ചെയ്താൽ, ആര് സിഹ്ർ ചെയ്താലും അതിന് വേണ്ടി ആരെല്ലാം പ്രവർത്തിച്ചോ, ആരെല്ലാം സഹായിച്ചോ അവർക്കെല്ലാം ശിക്ഷ ലഭിക്കുന്ന ഒരു സഹായം തേടലാണിത്. ആര് സിഹ്ർ ചെയ്താലും നമ്മുടെ ശരീരത്തിലേക്ക് ബാധിക്കുകയില്ല. ഇത് ചെയ്താൽ ആര് ചെയ്താലും നമ്മുടെ ശരീരത്തിലേക്ക് ആ സിഹ്ർ ബാധിക്കുകയില്ല. മറിച്ച് ആരാണോ ചെയ്തത് ആ ആളെ നമുക്കറിയണമെന്നില്ല. അതിനു വേണ്ടി ആരാണോ സഹായിച്ചത് അയാളെയും നമുക്കറിയണമെന്നില്ല. ഇതിനു വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചോ അവർക്കെല്ലാം ഇത് അനുഭവിക്കുന്ന, ശിക്ഷ ലഭിക്കുന്ന ഒരു സഹായം തേടലാണിത്. ഇത് ആർക്കും സിഹ്ർ ചെയ്യലല്ല. ഇങ്ങോട്ട് അയച്ച സിഹ്റിനെ അങ്ങോട്ട് മടക്കി അയക്കുന്നതുമല്ല. ഇത് നമുക്കെതിരിൽ വന്ന സിഹ്ർ ബാത്തിലാകാനും നമുക്ക് അത് ഏൽക്കാതിരിക്കാനും ഇത് ചെയ്യുന്നവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനുമുള്ള ഒരു സഹായമാണിത്. ഒരു സഹായം ചോദിക്കലാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു സഹായമാണിത്. ഒരു ദുആ ആണിത്. ഇത് സിഹ്റല്ല, സിഹ്ർ മടക്കി അയക്കലുമല്ല. ഇത് നമ്മൾ അള്ളാഹുവിനോട് ചില ദുആകളും ചില ആയത്തുകളും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ്റെ ഉത്തരം നൽകുമെന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടുന്നു. അവൻ ഉത്തരം നൽകുന്നു ഇൻഷാ അല്ലാഹ്. ഇനി ഇത് ചെയ്യേണ്ട രൂപം: ആദ്യമായി നാം ദുആക്ക് കൈ പിടിക്കുന്നത് പോലെ, ദുആ ചെയ്യുമ്പോൾ കൈ പിടിക്കുന്നത് പോലെ പിടിക്കുക. അതിനുശേഷം സ്വലാത്ത് ചൊല്ലുക. എണ്ണം നോക്കേണ്ട ആവശ്യമില്ല. ഏത് രൂപത്തിലുള്ള സ്വലാത്തായാലും കുഴപ്പമില്ല. സ്വലാത്ത് ചൊല്ലുക, എണ്ണമില്ലാതെ ചൊല്ലുക. അതിനുശേഷം ഈ ആയത്ത്: വലമ്മാ ഫതഹു മതാഅഹും വജദൂ ബിളഅതഹും റുദ്ദത് ഇലൈഹിം ഖാലൂ യാ അബാനാ മാ നബ്ഗി ഹാദിഹി ബിളഅതുനാ റുദ്ദത് ഇലൈനാ വനമീറു അഹ്ലനാ വനഹ്ഫദു അഖാനാ വനസ്ദാദു കൈല ബഈർ ദാലിക കൈലുൻ യസീർ. ഇത് സൂറത്ത് യൂസുഫിലെ 65-ാമത്തെ ആയത്ത്. ഇത് 33 പ്രാവശ്യം ഓതുക. അതിനുശേഷം നാം മുമ്പ് പറഞ്ഞ ആ ദുആ, ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ബിസ്മി മുതൽ ഉള്ള ദുആ 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം കയ്യിലേക്ക് ഇസ്ഫി 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 എന്ന് പറഞ്ഞ് ഊതുക. ആ കൈ ശരീരത്തിൽ നമുക്ക് എത്തുന്ന എല്ലാ ഭാഗത്തും ആ കൈ കൊണ്ട് തടവുക. അതിനുശേഷം യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറൂ നിഅമതല്ലാഹി അലൈക്കും ഇദ് ജാഅത്കും ജുനൂദും ഫഅർസൽനാ അലൈഹിം റീഹൻ വജുനൂദൻ ലം തറൗഹാ വകാനല്ലാഹു ബിമാ തഅമലൂന ബസീറാ. ഈ സൂറത്തുൽ അഹ്സാബിലെ 9-ാമത്തെ ആയത്ത് 33 പ്രാവശ്യം ഓതുക. അതിനുശേഷം മുമ്പ് പറഞ്ഞ ദുആ 3 പ്രാവശ്യം ചെയ്യുക. കയ്യിലേക്ക് ഇസ്ഫി 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 എന്ന് പറഞ്ഞ് ഊതി ശരീരം മുഴുവനും കഴിയുന്നത്ര തടവുക. ശേഷം വറദ്ദല്ലാഹുല്ലദീന കഫറൂ ബിഗൈളിഹിം ലം യനാലു ഖൈറൻ വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ വകാനല്ലാഹു ഖവിയ്യൻ അസീസാ. സൂറത്തുൽ അഹ്സാബിലെ 25-ാമത്തെ ആയത്ത് 33 പ്രാവശ്യം ഓതുക. മുമ്പ് പറഞ്ഞ ദുആ 3 പ്രാവശ്യം ചെയ്യുക. കയ്യിലേക്ക് ഊതുക. ശരീരം മുഴുവനും തടവുക കഴിയുന്നത്ര. ഇതേ പ്രകാരം 11 ദിവസം ആവർത്തിക്കുക.
ഇൻഷാ അള്ളാഹ്. മാഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും